തിരുവനന്തപുരം ചാലയിൽ പ്രവർത്തിക്കുന്ന MRT എന്ന സ്ഥാപനം ഒരു ഘട്ടത്തിൽ അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു. നമ്മൾ ആ ഒരു വാർത്ത മലയാളി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഒരു സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട് ഈ MRT എന്ന സ്ഥാപനം കുറച്ചു കാലം പൂട്ടിയിടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അന്ന് ഇവിടുത്തെ ഈ MRTയിൽ ജോലി ചെയ്യുന്ന ഓരോ ജീവനക്കാരും വേദനയോടെ നമ്മളോട് പറഞ്ഞതാണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഈ കട തുറന്ന് പ്രവർത്തിക്കണം എന്നൊരു ആവശ്യമൊക്കെ അവർ മുന്നോട്ട് വെച്ചതാണ്. എന്തായാലും ആ ഒരു വാർത്തയുടെ ഒരു ഫലം എന്നോണം ഇപ്പോൾ ഈ കട മറ്റൊരിടത്തേക്ക് വീണ്ടും തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഈ തൊഴിലാളികൾ, അതായത് അന്ന് വേദനയോടെ നമ്മളോട് പ്രതികരിച്ച ആ തൊഴിലാളികളൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. അന്നൊരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു, ഇപ്പോൾ വീണ്ടും ഒരു കട തുറന്ന് പ്രവർത്തിച്ചു. ഇപ്പോൾ സന്തോഷമല്ലേ? ഞങ്ങൾക്ക് സന്തോഷമായി. ശരിക്കും അന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അല്ലേ? പ്രതിഷേധിക്കുകയൊക്കെ ഉണ്ടായി. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സ്ഥാപനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുമെന്നുള്ളത്. എല്ലാവർക്കും സന്തോഷമാണ്. ഇത്രയും കാലം ഈ സ്ഥാപനം ഒന്ന് അടച്ചു പൂട്ടിയിരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. ഇഷ്ടംപോലെ കസ്റ്റമർ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥ അവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഇത്രയും വർഷം കൊണ്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം പെട്ടെന്നിങ്ങനെ അടച്ചിട്ടപ്പോഴത്തേക്കും എല്ലാ കസ്റ്റമറും വന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയായി. എത്ര ദിവസത്തോളം അടച്ചിട്ടിരുന്നു? 1 മാസത്തോളമായി. അപ്പോൾ ഈ 1 മാസം എങ്ങനെയായിരുന്നു നിങ്ങളുടെയൊക്കെ ചിലവ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? എന്ത് ചെയ്യാൻ, ഞങ്ങൾ ഇവിടെ വരുമായിരുന്നു, വന്ന് എല്ലാവർക്കൊപ്പം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു സ്ഥാപനത്തിൽ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ 1 മാസത്തിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ശരിക്കും ആരെങ്കിലും മാറിപ്പോകുക അങ്ങനെ എന്തെങ്കിലും? എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കട വീണ്ടും തുറന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയാണ്? പഴയതുപോലെയൊക്കെ തന്നെയാണോ? ആൾക്കാരുടെ ഒരു തിരക്കൊക്കെ? ആൾക്കാർക്കൊക്കെ വന്ന് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അത് വേറെ പ്രശ്നമില്ല. ആ കടയിൽ നിന്നും ഇങ്ങോട്ട് മാറിയപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണ്? നമുക്ക് വേറെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാരണം വരുന്ന കസ്റ്റമേഴ്സിന് നിന്ന് സാധനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ ഉണ്ട്. അന്ന് MRT അടച്ചപ്പോൾ കടയ്ക്ക് മുന്നിൽ സമരുന്ന ആളിൽ ഒരാളാണല്ലേ? അപ്പോൾ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും നമുക്കിപ്പോൾ പുതിയതായിട്ട് കട ഓപ്പൺ ചെയ്യൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ 60-65 ജോലിക്കാരുള്ളതാണ്. അവർക്ക് എല്ലാവർക്കും നല്ല ഹാപ്പി, നല്ല സന്തോഷമായി. അതുപോലെ എല്ലാ കസ്റ്റമറും അറിഞ്ഞ് നമ്മളെ കടയിലോട്ട് വരട്ടെ. എല്ലാവരും നല്ല ഡിസ്കൗണ്ടൊക്കെ ഇട്ട്. ഈ 1 മാസത്തിനിടയിൽ ആരെങ്കിലും മാറിപ്പോവുകയോ അങ്ങനെ എന്തൊക്കെ? ആരും പോയില്ല. നമ്മൾ സാറിൻ്റെ ഒപ്പം നിന്നു. ആരും പോയില്ല, ഒരാളും മാറിപ്പോയിട്ടില്ല. എല്ലാവരും ഉണ്ട്. അതിനുശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതിനുശേഷം. ഇല്ല. ഈ 1 മാസം എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളായിരുന്നു ശരിക്കും നേരിട്ട്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മനസ്സിൽ സങ്കടമുണ്ട്. കാര്യം ഞങ്ങൾ ഇത്രയും വർഷം ജോലി ചെയ്ത ഒരു സ്ഥാപനം പെട്ടെന്ന് ഇങ്ങനെ പൂട്ടിയപ്പോൾ അതൊരു ഭയങ്കര സങ്കടമായിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെങ്കിൽ സാർ നമുക്ക് ശമ്പളം തരികയാണ് ചെയ്തത്. എങ്കിലും നമ്മളുടെ മനസ്സിൽ ഇത്രയും കാലം ജോലി ചെയ്ത ഒരു സ്ഥാപനം അല്ലേ, ആ സ്ഥാപനം പെട്ടെന്ന് പൂട്ടിയതിനുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ദൈവത്തോട് ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്, എത്രയും വേഗം ഓപ്പൺ ആവണം എന്നുള്ള ചിന്ത മാത്രം തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ്? എല്ലാവരും ഹാപ്പി തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ഹാപ്പി തന്നെയാണ്. കൂടുതൽ കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് വരണം. അവർ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ അവരോട് ഡീൽ ചെയ്യുന്നത്. സാധനം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പഴയതുപോലെ തന്നെയാണ്? പഴയ പോലെ നമ്മൾ കസ്റ്റമർ വരുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ അറിഞ്ഞറിഞ്ഞ് വന്നോളൂ. കാര്യം അവർക്കറിയാമല്ലോ ഇവിടെ എല്ലാ മറ്റു കടകളെ അപേക്ഷിച്ച് ഇവിടെ വില കുറച്ചാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം. നല്ല ക്വാളിറ്റിയുള്ള സാധനം കൂടെയാണ്, ക്വാളിറ്റി കുറഞ്ഞതൊന്നുമല്ല. അതുകൊണ്ട് എല്ലാവരും എത്തുന്നു. നമുക്ക് എന്തായാലും കട തുറന്ന് എല്ലാ പ്രശ്നങ്ങളും മാറിയ ഒരു സന്തോഷത്തിലല്ല. 100%, 100-ല്ല 1000% നമുക്ക് സന്തോഷമുണ്ട്. അതുപോലെ കസ്റ്റമറെ നമ്മൾ വരട്ടെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അന്ന് ശരിക്കും ഈ MRT അടച്ചു പൂട്ടി ആ ഒരു ടൈമിൽ ഭയങ്കര ആശങ്കയായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ആശങ്കയായിരുന്നു. കാരണം ഇനി എങ്ങനെ തുറക്കും, കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ആശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് അവിടെ ഫ്രണ്ടിൽ ഇരുന്നത് തന്നെ. അപ്പോൾ അത് ഇരുന്നപ്പോൾ നിങ്ങളൊക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ആശയങ്ങളും ഞങ്ങളെ വിഷമങ്ങളെല്ലാം പറഞ്ഞു. എങ്ങനെയായിരുന്നാലും എത്രയും പെട്ടെന്ന് തുറക്കണം. ഞങ്ങളിപ്പോൾ 60 പേരുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ 60 പേര് നമ്മൾ ഇത്രയും പേര് തന്നെ ഞങ്ങൾ തൊഴിൽ ഇനി എവിടെയെങ്കിലും പോയാൽ പെട്ടെന്നൊരു ജോലി ഞങ്ങൾക്ക് കിട്ടാൻ പാടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പിന്നെ എന്തായാലും അത് ഞങ്ങളുടെ വിഷമം കണ്ടിട്ടാണ് ഞങ്ങളുടെ മുതലാളി ഞങ്ങൾക്ക് വേണ്ടി ഈ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ എന്നാലും ഇവിടെയും കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇവർ എത്ര രൂപ കടം എടുത്തെന്നോ ഒന്നും അറിയത്തില്ല. ഇപ്പം അതെല്ലാം പ്രശ്നത്തിൽ കിടക്കുന്നത് കൊണ്ട് അവർക്ക് അതിൽ നിന്ന് എടുക്കാനും പറ്റത്തില്ല. എന്നാലും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങി. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എങ്കിലും കസ്റ്റമറിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ ഷോപ്പാണ്, അത് വന്ന് സാധനം എടുക്കാനായിരുന്നാലും എല്ലാം ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം കണ്ട് ഞങ്ങൾക്കുള്ള ഫുഡ് കാര്യങ്ങളാണെങ്കിലും
ഞങ്ങൾക്ക് അവിടെ ഇരുന്ന ഫ്രണ്ട് ഇരുന്നപ്പോഴായിരുന്നാലും ഞങ്ങൾ അകത്തായിരുന്നാലും ഞങ്ങൾക്കുള്ള ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു അവർ. ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ സാലറി ഒന്നും കുറച്ചിട്ടില്ല, ഞങ്ങളുടെ സാലറി മുഴുവൻ ഞങ്ങൾക്ക് തന്നു. അപ്പം ഞങ്ങൾക്കിപ്പം നമുക്ക് ജോലി പോകുന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അല്ല ഞങ്ങളിനി അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു. എങ്കിൽ പോലും നമ്മുടെ എല്ലാം വിഷമം കണ്ട് ഞങ്ങളുടെ മുതലാളിയും ഞങ്ങളുടെ മാഡവും ഒക്കെ ഞങ്ങളെ സഹായിച്ചു. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം നമ്മളിപ്പോൾ വേറെ ഏതൊരു സ്ഥാപനത്തിൽ പോയിരുന്നാലും നമുക്ക് രാത്രി ആയിരുന്നാലും ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ആണുങ്ങൾ കൂടെ ജോലി ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഫുൾ സെക്യൂരിറ്റി പോലെ നമുക്ക് എല്ലാവരും ഞങ്ങളുടെ അവിടെ എല്ലാവരും നല്ല സഹകരണത്തിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥാപനത്തിൽ ഇത്രയൊരു ഫ്രീഡമോ അല്ലെങ്കിൽ ഇത്രയൊരു സേഫ്റ്റിയോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് എത്രയും പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്യണം, എങ്കിലേ ഞങ്ങൾക്കൊരു കുറച്ചുകൂടി നമുക്കൊരു ഫ്രീ എന്നാൽ വരുന്ന കസ്റ്റമറിനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അവിടെ ഇഷ്ടത്തിന് എടുത്തതുപോലെ ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങൾക്കും അവർ ചോദിക്കുന്നത് അതനുസരിച്ച് എടുത്തു കൊടുക്കാനൊരു അവരെയും വെയിറ്റ് ചെയ്യേണ്ട ഒരു ഇതൊക്കെ ഉണ്ട്. ശരിക്കും ഒരു 65 പേരെന്തോ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്രയും പേരുണ്ടായിരുന്നു. 65 പേര് ഇപ്പോൾ ഉണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരും ഉണ്ട്. ആരെയും അങ്ങനെ പറഞ്ഞു ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പം ഇവിടെ ഇല്ല, എല്ലാവരും ഗോഡൗണും അങ്ങൊക്കെ എന്താണ് സാധനം എടുക്കാനൊക്കെ പോയിരിക്കുന്നുണ്ടാണ് ഇവിടെ എല്ലാവരും ഇപ്പം ഒരുമിച്ച് കിട്ടാത്തത്. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഓരോ സെക്ഷൻ നോക്കിയാലും കുറച്ചേ കാണുള്ളൂ, ബാക്കിയെല്ലാം ഗോഡൗണിൽ അങ്ങനെയൊക്കെ ഓരോരുത്തരായിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാസം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നേരിട്ടില്ല? സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ഇത് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് ക്യാഷ് കിട്ടിയല്ലോ, അതിൻ്റെ ഒരു സമാധാനമുണ്ട്. എന്നാലും ജോലിയിൽ നമുക്ക് ഇപ്പോഴത്തേക്ക് കിട്ടിയെങ്കിലും നമുക്ക് പിന്നീട് കിട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു ഇത് അങ്കലാപ്പെടും. നമുക്ക് ആദ്യം സാലറി കിട്ടിയ ശേഷമാണ് ഈ ഇഷ്യൂസ് വന്നത്. അപ്പം പിന്നെ അതുകൊണ്ട് ആ ഒരു ഇതില്ല. എങ്കിലും നമ്മളിനി അടുത്ത് എങ്ങനെ നമ്മൾ വെറുതെ വന്നിരുന്നിട്ട് പോകുമ്പോൾ നമുക്ക് ആരായിരുന്നാലും പൈസ തരാൻ, നമ്മളായാലും ആർക്കെങ്കിലും വെറുതെ വന്നിരിക്കുന്നവർക്ക് പൈസ കൊടുക്കും ഇല്ല. പക്ഷെ നമുക്കതിനെ അവർ തന്നു. ഞങ്ങൾക്ക് ഫുഡായിരുന്നാലും തന്നിട്ടുണ്ട്, ഞങ്ങളുടെ സാലറി എല്ലാം തന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ വളരെ സന്തോഷം. എന്നാലും നമ്മളൊന്ന് ഭയപ്പെട്ടു എല്ലാവരും, ഒരാൾ മാത്രമല്ല എല്ലാവരും. നമ്മളും മലയാളീസ് മാത്രമല്ല, തമിഴുണ്ട്, ഹിന്ദിക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു അങ്കലാപ്പിലായിരുന്നു. കാരണം എല്ലാവരും അവിടെ ഫാമിലിയൊക്കെ വിട്ടിട്ട്, ഞങ്ങൾ കുറച്ച് ഇവിടെ ഉള്ളവരല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളെ വീട് അടുത്താണ്. പക്ഷേ ഇവരിവിടെ നിൽക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള നല്ല വിഷമം ഞങ്ങളെക്കാളും കൂടുതൽ അവരായിരുന്നു അനുഭവിച്ചിട്ടുണ്ടാവുക. കട ഇപ്പോൾ വീണ്ടും തുറന്നല്ലോ, അപ്പോൾ അടച്ചു പൂട്ടിയിരുന്നു കുറേ കാലം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് നേരിട്ടോ? ബുദ്ധിമുട്ടാണ് മാം. ഞാൻ ഇവിടെ വന്നിട്ട് 4 വർഷമായി. 4 വർഷത്തിലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇടയ്ക്കാണ് പ്രശ്നമാണതുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. ഈ ഇടയ്ക്ക് 2 മാസത്തിന് മുമ്പ് ചരക്ക് താഴെ വിழுந்து எனக்கு அடிபட்டு அப்புறமும் கடை அடைச்சிட்டும் மேடமான எனக்கு ஹெல்ப் செய்தது. எந்த குறவும் இல்லை. ഇവിടെ கடை எங்களுக்கு வேண்டியான ഈ கடை திறந்தது. அதனால் எவ்வளோ சீக்கிரம் கடை திறக்கப்பட்டு ஹெல்ப் செய்தால் വലിയ ഉപകാരமாக இருக்கும் மேம். സ്ഥലം തൂത്തുക്കുടി പക്കത്തുള്ള സാത്താക്കുളമാണ്. ഇവിടെ വന്നിട്ട് 4 വർഷമായി. ഏതോ ഒരു കുഴപ്പമില്ല. മാഡമും സാറും നല്ല സഹായിക്കുന്നുണ്ട്. വേറെ ഒരു സ്ഥാപനത്തിലും ഇത്ര സഹായിക്കുമ്പോൾ അറിഞ്ഞോടാ ഇവിടെ എല്ലാ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാസം ബുദ്ധിമുട്ടായിരുന്നില്ലേ? ഈ ഒരു മാസം നല്ല ബുദ്ധിമുട്ടായിരുന്നത്. എനിക്കും കാലുവേദന ഉണ്ടായിരുന്നത്. മാഡം എല്ലാ സഹായവും ചെയ്ത് വേറെ സ്ഥാപനത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തിനാ എനിക്ക് അറിയുന്നില്ല. നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാം. ഹാപ്പി മാം. ஆனால் திறந்ததுல ஹாப்பி. 60 பேர் ஸ்டாஃப் உண்டுல்லே, 60 பேருக்கும் ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. മാഡം அப்படி இருந்து എല്ലാവർക്കും ശമ്പളം എല്ലാമേ അനുപ്പി തந்து സന്തോഷമുണ്ട്. ഞങ്ങൾ 60 സ്റ്റാഫുകളുണ്ട്. 60 പേർക്ക് ജോലി തന്നു. ഒരു മാസം വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലേ? അങ്ങനെ നമ്മളെ സഹായിച്ചു. ബുദ്ധിമുട്ടില്ലാതെയൊക്കെ ജോലി തിരികെ കിട്ടിയതിൽ വലിയ സന്തോഷം. എല്ലാവരും ഹാപ്പിയാണ്. ആ ഒരു അടച്ചു കൂട്ടിയപ്പോൾ ഉണ്ടായ ആശങ്കയൊക്കെ മാറി. അപ്പോൾ ശരിക്കും കടയും കൊണ്ട് മാറ്റിയപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ കസ്റ്റമർ എന്ന രീതിയിൽ? ഇല്ല, കുഴപ്പമില്ല. കാരണം അവിടെ ഫ്രണ്ടിൽ ഒരാളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വഴി കാണിച്ചു തരാനില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. വേറെ എവിടെയും ചോദിക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. ഇത് സ്ഥിരം കസ്റ്റമറാണോ? ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, 2 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. ആയിരുന്നു തീർച്ചയായിട്ടും. അങ്ങനെ ഒരു 52-53 വർഷത്തിനടുത്താവും. അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുകയും വാങ്ങിക്കുകയും പുതിയത് വാങ്ങിക്കുകയൊക്കെ ചെയ്ത് ഇവിടുത്തെ തന്നെയാണ്. അങ്ങനെ ഇടയ്ക്ക് ഈ സ്ഥാപനം ഇങ്ങനെ പൂട്ടിപ്പോയി, 1 മാസത്തോളം പൂട്ടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇല്ല. ഇപ്പം ഞാൻ കുറേ നാളായിട്ട് കിടപ്പായിരുന്നല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് അറിയില്ല. ഇന്ന് ഞങ്ങൾ അറിയാതെ അപ്പുറത്തെ കടയിലാണ് പോയത്. അപ്പോൾ ഒരാൾ നിന്നിട്ട് ആട്ടോക്കാരനൊരു പാത്രവും കൊടുത്തിട്ട് പറഞ്ഞ് നമ്മളെ ഇവിടെ ആക്കണമെന്ന്. അങ്ങേർക്ക് കൊടുത്തതാണ് പാത്രം. അങ്ങനെ പഴയയിടത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തെങ്കിലും കസ്റ്റമർ എന്ന രീതിയിൽ? എനിക്ക് എളുപ്പമാണ്, കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക്. അങ്ങനെ ഇവിടെ പിന്നെ നമ്മൾ അറിയുന്നവർ എല്ലാം പ്രസൻറ്റേഷനും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നു.
സ്റ്റീല്, പിച്ചള, പിന്നെ മറ്റേ അല്ലാത്ത എല്ലാ കാര്യങ്ങളും. ശരിക്കും അന്നത്തെ ആ ഒരു വിഷമം ഓരോ മലയാളികളും ഈ MRTയിലെ ഓരോ ജീവനക്കാരുടെയും വിഷമം അന്ന് മലയാളികൾ എല്ലാവരും കണ്ടതാണ്. ഇനി മുന്നോട്ട് എങ്ങനെ പോകും, ആ ഒരു നിയമപ്രശ്നങ്ങൾ കാരണം കട പൂട്ടിയിടേണ്ടി വരുന്നു, അതിനുശേഷം കട തുറക്കാനാകാത്തൊരു സാഹചര്യം, അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്ന ഒരുപാട് ജീവനക്കാർ അവരിപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. ഈ കട തുറന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും ആ ഒരു സന്തോഷത്തിലാണ് ഇവർ നമ്മളോട് പ്രതികരിച്ചത്.